എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഷമീം കൽപ്പേനിയാണ്. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാനും ഫോർവേഡ് ചെയ്യാനും മറക്കല്ലേ. ചങ്ങാതിമാർക്കൊക്കെ അയച്ചു കൊടുക്കുക. ഇന്ന് 2026 ജനുവരി മാസം 4-ാം തീയതിയാണ്. നമ്മുടെ ഗസ്റ്റുകൾ മൊത്തത്തിൽ 17 പേരുണ്ട്. ഇന്ന് ലക്ഷദ്വീപിലെ സുന്ദരി എന്നറിയപ്പെടുന്ന കൽപ്പേനി ദ്വീപിൽ നിന്നും ഏറ്റവും വലിയ കപ്പലാകുന്ന MV കവരത്തി കപ്പൽ, ആ കാണുന്നുണ്ടല്ലോ കപ്പൽ കുറച്ച് ദൂരത്തായിട്ട് കിടക്കുന്നില്ലേ, ആ കപ്പലിൽ നമ്മുടെ ഗസ്റ്റുകൾ ആന്ത്രോത്ത് ദ്വീപിലേക്ക് പോവുകയാണ്. പോകാൻ വേണ്ടിയിട്ട് ഇതാ കപ്പൽ കരയിലേക്ക് അടുക്കത്തില്ല, ഇതേപോലെ ചെറിയ ബോട്ടിൽ കയറിയിട്ട് വേണം കപ്പലിൽ പോയിട്ട് കയറാം. അപ്പോൾ നമ്മുടെ ഗസ്റ്റുകളെല്ലാവരും കപ്പൽ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ആ ദൂരത്ത് കിടക്കുന്നതാണ് MV കവരത്തി കപ്പൽ. ഇതുപോലെ എന്തെങ്കിലും ഒരിക്കൽ നിങ്ങൾക്കും ലക്ഷദ്വീപിൽ വരാൻ സാധിക്കട്ടെ. അതിന് നിങ്ങൾ 1-2 കാര്യങ്ങൾ അർജൻറ്റായിട്ട് ചെയ്യേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം അഡ്വാൻസ് അടിച്ച് സീറ്റ് ഉറപ്പാക്കുക എന്നുള്ളതാണ്. ഏത് മാസത്തിലേക്ക് വേണമെങ്കിലും ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അഡ്വാൻസ് അടിച്ച് സീറ്റ് ഉറപ്പാക്കാം. അടുത്ത മാസം ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലേക്കാണ് ഞങ്ങൾ ബുക്കിംഗ് എടുത്തുകൊണ്ടിരിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ കൂടെ കപ്പൽ യാത്ര നടത്തി ഇതുപോലെ ലക്ഷദ്വീപിൽ വന്ന് എൻജോയ് ചെയ്ത് തിരിച്ചു പോവാം. രണ്ടാമത്തെ കാര്യം PCC പോലീസ് ക്ലിയർ സർട്ടിഫിക്കറ്റ് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് എടുത്ത് അയച്ചു തരിക. PCCക്ക് ഇതുവരെ അപേക്ഷ കൊടുത്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ നാളെ തിങ്കളാഴ്ചയാണ്, നാളെ തന്നെ അക്ഷയയിലേക്ക് പോയിക്കോളി. ലക്ഷദ്വീപിലേക്ക് പോകാനുള്ള PCCക്കാണെന്ന് പറഞ്ഞാൽ മതി. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് PCC വേണ്ട, 18 വയസ്സ് മുതൽ മതി. PCC നാളെ പോയിട്ട് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 15 ദിവസം കൊണ്ട് നിങ്ങൾക്ക് PCC കിട്ടും. PCC കിട്ടിയാൽ PCC പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ആധാർ, ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരിക. ഞങ്ങൾ ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റിന് അപ്ലൈ ചെയ്യും. വീണ്ടും ഒരു 15 ദിവസം നമ്മൾ കാത്തു നിൽക്കേണ്ടി വരും പെർമിറ്റ് കിട്ടാൻ. അങ്ങനെ ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റ് കിട്ടിയാൽ 2 ഭാഗത്തേക്കും കപ്പൽ തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ 2 ഭാഗത്തേക്കും ഫ്ലൈറ്റ് തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ 1 സൈഡ് ഫ്ലൈറ്റ് 1 സൈഡ് കപ്പൽ, അങ്ങനെയും തിരഞ്ഞെടുക്കാം. ഈ 3 രൂപത്തിൽ എങ്ങനെ വേണമെങ്കിലും ലക്ഷദ്വീപിൽ വന്ന് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് തിരിച്ചു പോകാം. അങ്ങോട്ട് നോക്കിയേ, ഈ കാണുന്ന MV കവരത്തി കപ്പലിലാണ് ലക്ഷദ്വീപിലെ സുന്ദരി എന്നറിയപ്പെടുന്ന കൽപ്പേനി ദ്വീപിൽ നിന്നും ഏറ്റവും വലിയ ദ്വീപാകുന്ന ആന്ത്രോത്ത് ദ്വീപിലേക്ക് അവർ പോകുന്നത്. നാളെ 2026 ജനുവരി മാസം 5-ാം തീയതി ആന്ത്രോത്ത് ദ്വീപിൽ നിന്നും സ്പീഡ് വെസലിലാണ് ഇവർ കൊച്ചിയിലേക്ക് പോകുന്നത്. നാളെ രാവിലെ ഇൻഷാ അല്ലാഹ് 5:30 പുറപ്പെട്ടാൽ ഉച്ചക്ക് 3 മണിയാകുമ്പോഴത്തേക്ക് കൊച്ചിയിലെത്തും. നമ്മുടെ ഗസ്റ്റുകൾ ഓരോരുത്തരായിട്ട് കപ്പലിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. കപ്പലിൻ്റെ വാതിൽക്കൽ ജോലിക്കാരുണ്ടാവും, അവരുടെ കയ്യിൽ പിടിച്ചിട്ടാണ് നമ്മൾ കപ്പലിലേക്ക് കയറേണ്ടത്. ഇതുപോലെ എന്തെങ്കിലും ഒരിക്കൽ നിങ്ങൾക്കും ലക്ഷദ്വീപിൽ വരാൻ സാധിക്കട്ടെ. നമ്മുടെ പാക്കേജ് 3 രാത്രിയാണ്. എന്നാണോ നിങ്ങൾ ലക്ഷദ്വീപിലെത്തുന്നത് അന്ന് മുതലാണ് നമ്മൾ പാക്കേജ് ആരംഭിക്കുക. നമ്മുടെ പാക്കേജിലുള്ള കാര്യങ്ങൾ ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റ്, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കപ്പലിൻ്റെ ടിക്കറ്റ്, 3 ദിവസം താമസിക്കാനുള്ള റൂം, 3 ദിവസം കഴിക്കാനുള്ള ഭക്ഷണം, ദ്വീപിലെ കാഴ്ചകൾ കാണിച്ചു തരുന്ന ടാക്സി. നമ്മുടെ ഗസ്റ്റുകളെല്ലാവരെയും കപ്പലിലേക്ക് കയറ്റിയതിന് ശേഷം ഞാൻ തിരിച്ച് കൽപ്പേനി ദ്വീപിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ MV കവരത്തി കപ്പലിൽ മിനിയാന്ന് കൊച്ചിയിൽ നിന്നും കപ്പലിൽ കയറി ഇന്ന് ലക്ഷദ്വീപിലെ സുന്ദരി എന്നറിയപ്പെടുന്ന കൽപ്പേനി ദ്വീപിൽ കോഴിക്കോട് താമശ്ശേരിയിലുള്ള ഒരു ഫാമിലി, ഹസ്ബൻഡ്, വൈഫ്, 3 കുട്ടികൾ വന്നിറങ്ങിയിട്ടുണ്ട്. അവരെ നോക്കേണ്ട ഉത്തരവാദിത്തം എനിക്കാണ്. അതുകൊണ്ട് ഞാൻ കപ്പലിൽ പോയിട്ടില്ല. ഞാൻ കൽപ്പേനി ദ്വീപിലേക്ക് ഇറങ്ങിപ്പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ.